ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇന്ന് മോളുടെ ബർത്ത്ഡേ ആണ്. ഇന്ന് ആ ബർത്ത്ഡേ മോർണിംഗ് ആണ് ഞാൻ എടുക്കുന്നത്. ഇതാണ് മോളുടെ ബർത്ത്ഡേക്ക് ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ബർത്ത്ഡേ മെനു. അപ്പോൾ അന്ന് രാവിലെ തന്നെ എണീറ്റു പാലൊക്കെ കാച്ചി വെച്ചു. അന്ന് ബട്ടർ ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയത് ബ്രേക്ക്ഫാസ്റ്റിന്. ബട്ടർ ഇഡ്ഡലി, നല്ല ചൂട് സോഫ്റ്റ് ബട്ടർ ഇഡ്ഡലി. പിന്നെ ഇതാ ചൂടോടെ സാമ്പാർ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ കോക്കനട്ട് ചട്നിയും ഉണ്ടായിരുന്നു. അപ്പം അതിന് തേങ്ങയൊക്കെ ഞാൻ റെഡിയാക്കിക്കൊണ്ട് ഇരിക്കുകയായിരുന്നു. പിന്നെ ഇതാ കുക്കറിൽ ഞാൻ സാമ്പാറിനൊക്കെ ഉള്ളത് വെച്ചു. പിന്നെ ഇതാ കോക്കനട്ട് ചട്നി റെഡിയാക്കി. ഇഡ്ഡലിയും ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ കോക്കനട്ട് ചട്നിയിലെ താളിപ്പ് മാത്രം ഒന്ന് ഒഴിക്കണം. സോ ദാറ്റ് അപ്പോൾ കോക്കനട്ട് ചട്നി റെഡി, സാമ്പാർ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഈ പൊങ്ങി കളഞ്ഞത് കൊണ്ടാണ് മൊത്തം മഞ്ഞപ്പൊടിയുടെ ഇതൊക്കെ കുക്കറിലോട്ടാകുന്നത്. എനിക്കെപ്പോഴും ഞാൻ കറക്റ്റ് വെള്ളം വെച്ചാലും എനിക്കത് കുറച്ചൊന്ന് വെറുതെ ഒന്ന് സ്പില്ലായി അത് കളയാറുണ്ട് കുക്കറിൻ്റെ മേലെ കൂടെ. എനിക്കൊരു പണി ഉണ്ടാക്കി വയ്ക്കും. അങ്ങനെ ചട്നി നമ്മളുടെ കടുകൊക്കെ ഒഴിച്ച് റെഡിയായി. ബട്ടർ ഇഡ്ഡലിയും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ബട്ടർ ഇഡ്ഡലിയും റെഡി ആയിട്ടുണ്ട്. ചട്നിയും റെഡി ആയിട്ടുണ്ട്. അപ്പം പുളി ഞാൻ കുറച്ചൊന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചു. കുക്കറിൽ സാമ്പാറിൻ്റെ പീസസ് വേവുന്നതേ ഉള്ളൂ. പക്ഷെ കുറേ വെള്ളം ഇങ്ങനെ കളഞ്ഞാണ് ആ കുക്കറിൻ്റെ മേലെ ഫുള്ളും ഇങ്ങനെ ആവുന്നത്. അപ്പോൾ അവളുടെ ബർത്ത്ഡേ ഡ്രസ്സാണ്, ഈ വർഷത്തെ ബർത്ത്ഡേ ഡ്രസ്സാണ് അവൾ ഇട്ടിരിക്കുന്നത്. തന്നെ അവൾ റെഡി ആവാറുണ്ട്. സോ ദാറ്റ് ഞാനും ഒന്ന് വിടും. ഇങ്ങനെയൊക്കെയാണല്ലോ പഠിക്കുന്നത്. സോ അവളൊന്ന് റെഡി ആകട്ടെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അഗൈൻ കിച്ചണിലോട്ട് വന്ന് ഇഡ്ഡലി ഒക്കെ ഒന്ന് എടുത്ത് വയ്ക്കാനായിട്ട് പോവുകയാണ്. ഒന്ന് തണുപ്പിച്ച് വെച്ച് അവളുടെ ടിഫിൻ ബോക്സ് ഒന്ന് പാക്ക് ചെയ്യണം. ഇന്ന് ആക്ച്വലി സ്കൂളുള്ള ദിവസം കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് സ്കൂളിലോട്ട് വിടണം. അപ്പം കിച്ചണിൽ വന്ന് ഞാൻ ഇഡ്ഡലിയൊക്കെ ഒന്ന് തണുപ്പിക്കാനായിട്ട് വെച്ചു. ഒന്ന് തണുത്തതിന് ശേഷമാണ് നമുക്ക് പാക്ക് ചെയ്യാൻ പറ്റുന്നത്. സോ അവളുടെ ബോക്സൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചു. അങ്ങനെ ഈ ഫുൾ ഇങ്ങനെ ക്ലീനായിട്ട് ഇങ്ങനെ എടുത്ത് വരുമ്പോൾ ഇത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒന്ന് ഒട്ടാതെ ക്ലീനായിട്ട് എടുത്ത് വരുമ്പോഴത്തേനും നമുക്കറിയാം നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ്. സ്നാക്സിന് ഞാൻ ആപ്പിൾസാണ് കൊടുത്ത് വിട്ടത് അന്ന്. പിന്നെ ഇഡ്ഡലി, ചട്നി, സാമ്പാർ ഇതൊക്കെയാണ് ഞാൻ ലഞ്ചിന് കൊടുത്ത് വിട്ടത്. അങ്ങനെ അപ്പോൾ ലഞ്ച് ഇതൊക്കെ ഞാൻ എടുത്ത് വെക്കുമ്പോൾ അവളുടെ ലഞ്ച് ബാഗും കൊണ്ട് നിൽക്കുകയാണ്. അവൾ തന്നെ എടുത്ത് വെക്കാറുണ്ട്. കുക്കറിൻ്റെ പുറം മൊത്തം ഇതൊന്ന് സ്പില്ലായി കളഞ്ഞതിൻ്റെ ഒരു ഇതാണ് നിങ്ങൾ കണ്ടത്. അങ്ങനെ നമ്മുടെ രാവിലെ തന്നെ സാമ്പാർ പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. ഉപ്പും പുളിയും എരിവ് എല്ലാം നല്ല ഒരു മണം ഉള്ള സാമ്പാർ റെഡി. അങ്ങനെ അവളുടെ ലഞ്ചും സ്നാക്സും വെള്ളം ഒക്കെ ഒന്ന് എടുത്തു വെച്ചു. അവൾ തന്നെ പാക്ക് ചെയ്ത് കൊണ്ടുപോകും. കഴിഞ്ഞ 3rd സ്റ്റാൻഡേർഡ് തൊട്ട് തന്നെ ഞാൻ കിച്ചണിൽ റെഡിയാക്കി വയ്ക്കും. ലഞ്ച് ബാഗിൽ എടുത്ത് വെച്ച് കൊണ്ടുപോകുന്നതൊക്കെ അവളുടെ ഡ്യൂട്ടിയാണത്. ടൈം ടേബിളും 3rd സ്റ്റാൻഡേർഡ് തൊട്ട് അവൾ തന്നെയാണ് എടുത്ത് വയ്ക്കുന്നത്. പിന്നെ ലഞ്ചിന് ഞാൻ ഇഡ്ഡലി കൊടുത്ത് വിട്ടത് കൊണ്ട് ഞാൻ രാവിലെ വിചാരിച്ചു ശരി ചപ്പാത്തി കൊടുക്കാമെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ രാവിലെ പിന്നെ ചപ്പാത്തി ഉണ്ടാക്കി. മോൾക്ക് ചപ്പാത്തിയാണ് ഞാൻ കുറച്ച് ബട്ടറോ ഗീയോ എന്തെങ്കിലും ഇട്ട് റോൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കും. അങ്ങനെ അപ്പോൾ 2 ചപ്പാത്തി രാവിലെ അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കൊടുത്തു. പിന്നെ സോ അത് അവൾക്ക് കഴിക്കാനായിട്ട് കൊടുത്തു. പിന്നെ ലഞ്ചും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു. കുക്കറിൽ ഫുൾ കളഞ്ഞ ഒരു രംഗമാണ് ഈ കുക്കറിൻ്റെ അടപ്പ്. അങ്ങനെ സാമ്പാർ റെഡി, ചട്നി റെഡി. പിന്നെ ഇഡ്ഡലിയും നല്ല ഫ്രഷ് ചൂടോടെ തന്നെ ഇരിക്കുന്നു. ചേട്ടന് ഇനി കൊടുക്കണം. അപ്പോൾ അത് റെഡിയായി. അങ്ങനെ അവളുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അവൾക്ക് കൊടുത്തു. അവൾ കഴിച്ചിട്ട് സ്കൂളിലോട്ട് പോവുകയാണ്. ബസ് വരാറായി. സോ അവളുടെ പുതിയ ഡ്രസ്സും പുതിയ വള, മാല, കമ്മലെല്ലാം മാച്ചിങ് ഒക്കെ ഇട്ട് പോവുകയാണ്. ഭയങ്കര ഹാപ്പിയാണ് പുതിയ ചെരുപ്പ് ഒക്കെ ഇട്ടിട്ട്. അങ്ങനെ ബസ് വന്നു. അവൾ സ്കൂളിലോട്ട് പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ചേട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഈ ഒരു വ്ളോഗ് ഇനിയിപ്പോൾ എന്തായാലും കണ്ടിന്യൂ ആകും. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇനി അടുത്തത് നമുക്ക് ഒരു ബർത്ത്ഡേ വ്ളോഗായിട്ട് കാണാം. താങ്ക്